നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുധീൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോഴും നിങ്ങളെ കാണിച്ചത്. വേറെ ഒന്നുമല്ല, രേണുസുധി ഇന്നലെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് രേണുസുധിയോട് 3-4 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് വേറെ ഒന്നുമല്ല, അതായത് കുറേ നാൾ മുമ്പ് ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി പോയിട്ട് തിരികെ വരുമ്പോഴേ, അതായത് അവരിനി ബിഗ് ബോസിൽ നിന്ന് തിരികെ വരുമ്പോഴേ കൃത്യമായിട്ടും ആ ചോദ്യം ചോദിക്കുമെന്നും അതിന് ഉത്തരം കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ രേണുസുധി ഇതുവരെയായിട്ടും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് രേണുസുധി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ആ ഒരു ചോദ്യം നിങ്ങൾ നിസ്സാരമായിട്ട് വിട്ടത്? അന്ന് നിങ്ങൾ നിസ്സാരമായിട്ട് വിട്ടത് കൊണ്ടല്ലേ അതുപോലെയുള്ള തംബ്ലൈനുകൾ മറ്റുള്ളവരെ ക്രിയേറ്റ് ചെയ്തത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്കിപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും ഇതുപോലെയുള്ള ചോദ്യം ഒരു ആങ്കറിൻ്റെ അടുത്ത് നേരിടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് മര്യാദയ്ക്കുള്ള ഒരു മറുപടി കൊടുത്തില്ല? അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടും ഇതുപോലെ ഒരാൾ ചോദിക്കത്തില്ല, ഒരിക്കലും ചോദിക്കത്തില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് റീച്ച് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതായത് നിങ്ങളിപ്പോഴും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ കാറ് വാങ്ങിച്ചതും മറ്റുള്ളവൻ എന്നെ വിറ്റ് തിന്നുന്നു എന്താണ് നിങ്ങൾ പറയുന്നത്? അതായത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ആ ചാനലിന് ഉണ്ടാക്കി കൊടുത്ത ചോദ്യം തന്നെയാണ് ഇത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ആ ചാനലുകാർക്ക് റീച്ച് വേണം. 19,000 രൂപ വന്ന് രേണുസുധീന ഇവിടെ കിടന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുക. അവർക്ക് എന്തെങ്കിലും വേണം. അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരമുള്ള ചോദ്യവും അവർ ചോദിക്കും. എന്ത് തെണ്ടിത്തരം പറഞ്ഞിട്ടായാലും വിടില്ല. നമുക്ക് തംബ്ലൈനിന് കാശ് വേണം, പൈസ വേണം. ഇത് തന്നെയാണ് അവരുടെയും ഉദ്ദേശം. അല്ലാതെ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവിടെ രേണുസുധിക്ക് അങ്ങ് 50,000 ഉറുപ്പിയും തന്നിട്ട് അതൊരു അല്ല, 50,000 എന്ന് ഞാൻ കേട്ടതാണെന്ന് എനിക്കറിയില്ല. ഇനി അതിൽ കൂടുതലുണ്ടോയെന്നും എനിക്കറിയില്ല. ഏതായാലും നല്ല പൈസ വാങ്ങിച്ചിരിക്കും. വെറുതെ ഒന്നും രേണുസുധി അവിടെ പോയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ രേണുസുധി നല്ല പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ ജനങ്ങളുടെ അടുത്തേക്ക് എത്തണം. അല്ലാതെ ഒരു ചെറുക്കനെ പറ്റിയിട്ട് എന്തോന്നല്ലേ പറയുന്നത്? അതായത് ഈ ചെറുക്കനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അത് വല്ലതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ ആ ചെറുക്കൻ? അല്ലാതെ ഈ അതുലിൻ്റെ കുടുംബത്തിലുള്ളതോ ഷെഫീന ബീവിയുടെ കുടുംബത്തിലുള്ളതോ ബീവിൻ്റെ കുടുംബത്തിലുള്ളതോ ഒന്നും അല്ലല്ലോ. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ? നിങ്ങൾ ആ ചെറുക്കനെ എത്രമാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടോ അവൻ ചെയ്ത തെണ്ടിത്തരം എന്താണെന്ന്? നിങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ ചെറുക്കൻ എന്നാ പറയേണ്ടത്, വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അതാക്കി കളയും ഇതാക്കി കളയും. ആ ചെറുക്കൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭയന്നുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്നത്. അതായത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ ചെറുക്കനെ തൂക്കാൻ വേണ്ടി, അതായത് മീൻസ് എന്തെങ്കിലും ഒരു കുറ്റം അവനിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിന്നിനോ എന്നാണ് എനിക്കിപ്പോഴത്തെ സംശയമായിരുന്നത്. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ ചെറുക്കനോടുള്ള അസൂയ തന്നെയാണ്. അവൻ ഇന്നലെ ഒരു പ്രോഡ്കാസ്റ്റ് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരും ഇറക്കി വിടാത്ത ഒരു വീടും സ്ഥലവും എനിക്ക് വാങ്ങിക്കണമെന്ന്. അത് അവൻ്റെ ഒരു അംബീഷനാണ് പറഞ്ഞത്. 10-23 വയസ്സായ ഒരു ചെറുക്കൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം എത്ര വീട്ടിൽ നിന്ന് അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടിട്ടുണ്ടാവും? ഭക്ഷണം കിട്ടാതെ എത്ര നാളവൻ കിടന്നിട്ടുണ്ടാകും? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ വന്ന ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ചെറുക്കന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പണ്ട് ചെറുപ്പത്തിലുള്ള ട്രോമ അത് ഭയങ്കരമായിട്ടുണ്ട്. അതേന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇവനെ ഇതാക്കുന്ന കാണണം. ഒരു കാര്യം ഞാൻ പറയാം, ആ ചെറുക്കൻ മിടുക്കനാണ്, അവൻ നന്നാവും, അതുറപ്പാണ്. ആ നന്നാവുന്നതിൻ്റെ ചൊറിച്ചലാണ് ഇപ്പോൾ രേണുസുധിക്ക് കാണുന്നത്. അല്ലാതെ രേണുസുധീൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അതുലായാലും അതുപോലത്തെ ഷെഫീന ബീവി ആയാലും മറ്റുള്ളവരായാലും ആരും വിമർശിക്കാറൊന്നുമില്ല. ഒരു മനുഷ്യന്മാർ പോലും ഇപ്പോൾ വിമർശിക്കാറില്ല. പക്ഷേ വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊണ്ടുവരിക, അതിൽ നിന്നും ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ആങ്കർ എന്ന മറ്റേ ചോദ്യം ചോദിക്കാഞ്ഞത്? അന്ന് ഹനാൻ പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്? എന്നാൽ പിന്നെ അതും കൂടി ചോദിക്കേണ്ടേ അല്ലേ? അതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇവരുടെ പ്ലാനിങ് അല്ല, ഇവർ ചോദ്യം ചോദിച്ചാൽ നമുക്ക് വരുതാമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ട് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞില്ല, ഇത് ആര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആര് ഉണ്ടാക്കിയാലും ആര് ചോദിച്ചാലും ഈ ചോദ്യത്തിന് നമുക്കൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല. അതായത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഡേർട്ടി ചോദ്യമാണ്. ഇനി അത് ഉണ്ടാക്കിയത് അതിലുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അത് വളരെയധികം മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് രേണുസുധീനല്ല ബാധിക്കുക, ഇത് ആ ചെറുക്കനെയാണ് കൃത്യമായിട്ട് ബാധിക്കുക. പക്ഷേ അതിൻ്റെ അകത്ത് രേണുസുധിക്കാൻ കൈയില്ലേ? അതായത് രേണുസുധിക്കാൻ കൃത്യമായിട്ട് കൈയില്ലേ? ഇവരെന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കിയത്?
അത് രേണുസുതി എന്ന് പറയുന്നയാൾ കാരണം തന്നെയല്ലേ? അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു തംബ്ലൈൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണോ? രേണുസുതി എന്തുമാത്രം ആ ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അത് പറ. ഒരുപാട് കുറ്റം ആ ചെറുക്കനെ പറഞ്ഞിട്ടില്ലേ? വളരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ലേ? ആ ചെറുക്കൻ എന്തോ വലിയൊരു കൊടും പാതകം ചെയ്തതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഇന്ന് വരെ പുറത്തുവിട്ടോ? അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ കിച്ചു എന്ന് പറയുന്നവൻ നാറും, അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കിച്ചു എന്ന് പറയുന്നവൻ നാറും എന്നല്ലാതെ എന്താ പ്രശ്നം നിങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടുണ്ടോ? അതായത് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതും അതിൻ്റെ അകത്ത് കാണിച്ച കോമാളിത്തരവും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു. ഒരിക്കലും അത് ന്യായീകരിക്കാനൊന്നും കഴിയില്ല, ഒരാൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇനി രേണുസുതിക്ക് അത് ന്യായമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് രേണുസുതിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ആരും രേണുസുതിൻ്റെ പുറകെ ഒന്നും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരാൾ പോലും ഇപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഒരാൾ പോലും രേണുസുതിൻ്റെ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. പക്ഷേ രേണുസുതി ഇപ്പോഴെന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ കണ്ടന്റ് എല്ലാവർക്കും വേണം, എൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാറ് വാങ്ങിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പൊന്ന സഹോദരി, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ ഇനി ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുത്തോ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ആ ചെറുക്കനെ വെറുതെ വിടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ്റെ പുറകെ ഇനി നടക്കരുത്, അവനെ ഇനി വിഷമത്തിലാക്കരുത്. അവനെ വിഷമത്തിലാക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും രേണു പൊട്ടിത്തെറിക്കുന്ന ബാക്കി ഭാഗങ്ങൾ കൂടി ഒന്ന് കേട്ടിട്ട് തരാം. ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം ചരിത്രം വിറ്റ കഥ അടക്കം പുറത്തു വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റോളായിരിക്കും വിറ്റ് നടന്നത്, അല്ല ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറയാൻ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം തന്നെ ഉണ്ടായിരുന്നോ? അതായത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് പറ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേണമായിരുന്നോ ഇപ്പോഴും ഈ സാഹചര്യത്തിൽ? പക്ഷെ വേണം. ആർക്ക്? രേണുസുതിക്ക് വേണം. ഇപ്പൊ രേണുസുതിക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ഒരുപാട് ചീത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പത്രസമ്മേളനം എല്ലാം കണ്ടിരുന്നോ? ഞാൻ ചോദിച്ചോട്ടെ, രേണുസുതിയും ഇപ്പോഴും പറയുന്ന വാക്കുകൾ അത് തന്നെയല്ലേ? രേണുസുതി ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്? അതായത് ഇനി എന്തിൻ്റെ പേരിലായാലും രേണുസുതിയും പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ ആരാണ് നല്ലവരുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ആരെങ്കിലും നല്ലവരുണ്ടാ? എല്ലാവരും കണക്ക് തന്നെയല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്നില് എല്ലാവരും കണക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇതിനകത്തൊന്നും വീണ് പോകരുത്. ഇതിപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പോഴും രേണുസുതി അങ്ങ് എന്നാൽ താഴ്ന്നു പോയി എന്നുള്ളത് കൊണ്ട് ആ ഇന്റർവ്യൂവിനെ വ്യൂസും ഇല്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്, 40K വ്യൂസ് ഇപ്പോഴേ ഒരു 4 മണിക്കൂർ മുമ്പിട്ടിട്ട് 4000 വ്യൂസ് പോലും വന്നിട്ടുമില്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്, അതിന് വളരെ വ്യൂസ് കുറവുമാണ് നടന്നത്. ഏതായാലും രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അസുഖം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടന്നിട്ട് ഓരോരാളുടെ ആ ചെറുക്കനെ വെറുതെ വിട്. അവനെന്തോ ചെയ്തോട്ടെ, അവനെ നിങ്ങളങ്ങ് ഒഴിവാക്കി വിടുക. അവന് നിങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ല. പക്ഷെ വീടിൻ്റെ അധികാരമുണ്ട്. വീടിൻ്റെ അധികാരം ഇല്ല എന്നും പറയാൻ പറ്റുമെന്ന് ചെയ്യില്ല. വീടിൻ്റെ അധികാരം കൃത്യമായിട്ട് രാഹുൽ ദാസിനുണ്ട്. രാഹുൽ ദാസ് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ദാസ് തീരുമാനിക്കുക ഇവിടെ ആര് താമസിക്കണമെന്ന്. അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടിയും കിടക്കരുത് ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഞാൻ താമസിക്കുന്ന ഇടയ്ക്ക് എൻ്റെ ഇവരും താമസിക്കും, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മനസ്സിലാക്കാവുന്ന അതിനൊക്കെ വേറെ വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വരും നിങ്ങൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നടന്ന് എന്തൊക്കെയാ ഇവരൊക്കെ വന്ന് പറയുന്നത് ഭഗവാൻ. ഇതൊക്കെ എത്ര വെച്ചാൽ കേട്ട് സഹിക്കുക. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ അടുത്തു നിന്നൊന്നും മൊബൈൽ തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നടന്നത്. അമ്മാതിരി കൂതറ ചോദ്യം ചോദിക്കും.